നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ അയ്യോ മഹി, നീ എന്തീ കാണിച്ചത്? എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. എന്റെ മാളുവിന് അമ്മയായിട്ട് വേണ്ടത് ഗംഗയാണ്. അവൾ എന്നോട് ആവശ്യപ്പെടുന്നത് അതാണ്. എന്റെ മനസ്സിലും ഗംഗയാണ്. അവളൊരു അപകടത്തിലേക്ക് ചാടാൻ ഞാൻ സമ്മതിക്കില്ല. നകുലിന് എനിക്ക് വിശ്വാസമില്ല. ഗംഗയെ അവൻ നശിപ്പിക്കും. നീ ചെയ്തത് ചതിയാണ്. എന്റെ മകളുടെ ഇഷ്ടത്തിന് വേണ്ടി, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ എല്ലാവരെയും ചതിച്ചു. എന്തിനായിരുന്നു മഹി ഈ നാടകമല്ല? നിശ്ചയം കഴിഞ്ഞ് ഇത്രയും നാള് നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചതും, എന്റെ മകൾക്ക് വാക്ക് കൊടുത്തതും ആഗ്രഹം കൊടുത്തതും എന്തിനു വേണ്ടിയായിരുന്നു? ഒടുവിൽ ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കാനോ? എല്ലാവരുടെയും മുന്നിൽ പരിഹസിക്കപ്പെട്ട് നിൽക്കാനോ? ഞാനിനി എന്റെ മോളെ എന്താ ചെയ്യട്ടെ? അതുകൂടി നീ പറഞ്ഞോ? അല്ലെങ്കിലും മഹിയേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതെ, ഇതിപ്പോ വിളിച്ചു വരുത്തിയവരെ അടക്കം എല്ലാവരെയും അപമാനിച്ചില്ലേ? മഹിയേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മതി, എല്ലാരും കൂടി എന്റെ അച്ഛന് വഴക്കു പറയുന്ന നിർത്ത്. ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. ഞാനും അംഗീകരിക്കില്ല. വിവാഹം ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ ഇനി ഒരു പോംവഴിയേ ഉള്ളൂ.
മഹി ഗംഗയെ ഉപേക്ഷിക്കണം. മറ്റൊരു മുഹൂർത്തം കണ്ടെത്തി നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള വിവാഹം വീണ്ടും നടത്തേണ്ടി വരും. എന്തിനാണ് ഇനി മുഹൂർത്തം കാണുന്നത്? എന്തിനാണ് ഇനി അതിനുവേണ്ടി കാത്തിരിക്കുന്നത്? കുട്ടിക്കാലത്ത് താമര നൂലുകൊണ്ട് മാല ഉണ്ടാക്കി പരസ്പരം കഴുത്തിലിട്ട് കല്യാണം കഴിക്കാറില്ലേ കുട്ടികള്? ഇതിനെ അതുപോലെ കണ്ടാ പോരെ? അത്രയൊരു പ്രാധാന്യം ഇതിനും കൊടുത്താ പോരെ? താലി ഒന്ന് അഴിച്ചു മാറ്റി കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാ നകുൽ. ഞങ്ങൾ ആരും ഈ വിവാഹം അംഗീകരിച്ചിട്ടില്ല. മഹി, നീ ഇവളുടെ കഴുത്തിൽ കെട്ടിയ താലി നീ തന്നെ അഴിക്കണം. എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണായ ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടണം. അതെ, അത് തന്നെ വേണം. ഗംഗേ, ആ താലി അഴിച്ച് തിരിച്ചു കൊടുത്തേക്ക്. പറ്റില്ലെങ്കിൽ ഞാൻ അഴിക്കാം. നിർത്ത. ഇവിടെ വച്ച് ഇനി ഒരു പ്രശ്നം വേണ്ട. അതെ, മുഹൂർത്ത സമയത്ത് കതിർമണ്ഡപത്തിൽ വെച്ച് കെട്ടിയ താലി ആ കതിർമണ്ഡപത്തിൽ വെച്ച് തന്നെ അഴിക്കരുത്. അത് വലിയ പാപമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.